പെണ്ണുമ്പിള്ള പോയല്ല. അയ്യോ ആരെങ്കിലും ഓടി വരണേ, എന്റെ ഭാര്യ വെള്ളത്തിൽ പോയേ. അയ്യോ ആരെങ്കിലും ഓടി വരണേ, എന്റെ ഭാര്യ വെള്ളത്തിൽ പോയേ. അമ്മേ എന്റെ ഭാര്യ വെള്ളത്തിൽ പോയി, രക്ഷിക്കേ. അങ്ങനെ വിളിക്കണ്ട, കല്യാണരാമൻ അതാണ് നല്ലത്. കല്യാണരാമൻ വത്സ, പറയൂ. കുട്ടി ആരാ മനസ്സിലായില്ല? ഞാൻ ജലദേവത. ജലദേവത എന്ന് പറഞ്ഞാൽ നല്ല രസമായിട്ട് കാണാനുണ്ട്. പക്ഷെ ലോജിക്ക് മിസ്റ്റേക്ക് സംഭവിക്കുന്നുണ്ട്. എന്താ? ഈ ജലദേവത എന്ന് പറയുമ്പോ വെള്ളത്തിലാണല്ലോ കിടക്കണേ. അപ്പൊ ഈ പൊങ്ങി വരുമ്പോ ഡ്രസ്സൊക്കെ ഒട്ടി നനഞ്ഞ് അങ്ങനെയല്ലേ വരുവുള്ളൂ. നിന്റെ ഭാര്യയും കൂടെ ഇവിടെ സംസാരിച്ചോണ്ട് നിൽക്കുന്ന സമയത്ത് നിന്റെ ഭാര്യ വെള്ളത്തിൽ പോയി. അപ്പൊ വെള്ളത്തിൽ കിടന്ന് ചാവണ്ട, അതിനു മുന്നേ ഭാര്യയെ രക്ഷിക്കണം. അതല്ലേ നിന്റെ പ്രശ്നം? അതവിടെ നിക്കട്ടെ, അതാണോ പ്രശ്നം? അത് പെട്ടെന്ന് തീർന്നു പോകണം മാത്രല്ലേ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിരിക്കാമല്ലോ. നീ എങ്ങോട്ടാ കേറി പോകുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. താഴെ ഉണ്ടല്ലോ ഒരു മഴ കുഴപ്പമുണ്ട്, അവിടുത്തെ കീച്ചു തന്നെ. ചൂടാകുമ്പോ ഭയങ്കര ക്യൂട്ട കാണാം. നിനക്ക് നിന്റെ ഭാര്യ വേണോ അല്ലേ? ഓ എന്നെ അരസാന്നറിയോ? മറ്റേ രാമുവിന്റെ കഥ ഹിസ്റ്ററി പ്രകാരം ആദ്യം ഒരു കിടുക്കൻ ഐറ്റോട്ട് വരും, പിന്നെ ഒരു ഇടത്തര ഐറ്റായിട്ട് വരും, പിന്നെ എന്റെ പെണ്ണുമ്പിളേനെ കൊണ്ട് വരും. അപ്പൊ എന്റെ പെണ്ണുമ്പിളേനെ എടുക്കാനായിട്ട് മുങ്ങുമ്പോ മറ്റവരെയും രണ്ടുപേരെയും കൊണ്ട് സ്കൂട്ടാവാ നല്ലത്. മകനെ, നിന്റെ അപ്പന്റെ പ്രായമുള്ള എന്നെ മകനെന്നോ? ആര് നീ? ഞാൻ ജലദേവൻ. ജലദേവനോ? ഏതിപ്പോ പോയ സുന്ദരിയായ ജലദേവതയുടെ ഭർത്താവല്ലേ? ഇത് എങ്ങനെ ഒപ്പിച്ചത്? രാജാവിന്റെ ചെരണ്ടപ്പെടുത്തിന് ലോട്ടറി അടിച്ചതാ. പോടാ വിടുന്നു. അതെന്റെ ഭാര്യ പറഞ്ഞത്. അതെയോ? എടാ, എന്റെ ഭാര്യയുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് അവൾ ഈ വെള്ളത്തിൽ പൊങ്ങി വന്നപ്പോ ആരോ കമന്റ് അടിച്ചു. ഏതവനാണത്? എന്റെ സ്വഭാവം മാറ്റരുത്. കേവനാക്കുന്ന കാലേ വാരി ചെളി താക്കും ഞാൻ. മനസ്സിലാവോ? എടാ, അവള് വെള്ളത്തിലടി കിടന്ന് ദൈവമേ ചെളിയല്ലട ചവിട്ടി തേച്ചും ഇല്ലാത്ത ബഹളം ഉണ്ടാക്കിയ എന്റെ ദൈവമേ, ഒടുക്കത്തെ ബഹളമാ. ജീവിക്കാൻ പോയി എന്റെ പൊന്ന് സഹോദരാ. അപ്പൊ നിങ്ങളുടെ ഉണ്ടോ ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ ഇങ്ങനെയുള്ള ബഹളങ്ങളൊക്കെ? ചോദിക്കുന്നത് എടാ, വെള്ളത്തിലും കരയിലും ആകാശത്തും എല്ലാം കല്യാണം കഴിച്ച ഏത് ഭർത്താക്കന്മാരുണ്ടോ അവന്റെയൊക്കെ അവസ്ഥ ഇതാ. തലയിലൊരു കെട്ട് ഇരിക്കണേ. ഇതോ? എടാ, ഇതൊരു വലിയ കഥയാണ്. വലിയ കഥയാണ്. ഒരു കാര്യം ചെയ്യുക, അത് തലയിൽ കെട്ടി വെക്കാതെ സുരാട്ടനൊക്കെ കമ്പനി ഉള്ളതാ. സിനിമയാക്കുക, എന്റെ ഇഷ്ടപ്പെടാൻ നോക്ക്. ഞാൻ കളിക്കുന്ന സ്ഥലമല്ല അവൻ ചേമ്പ് കിടന്നത്. ചേമ്പോ? എടാ, അതല്ലെന്ന്. പണ്ട് രാമു എന്ന് പറഞ്ഞ മരമട്ടുകാരനില്ലായിരുന്നു? അവനൊരു ഓന കോടാലി എടുത്ത താഴെ ഇട്ട് ഇതെന്റെ നെറുകാൻ തലയെ കൊണ്ടിട്ട് 7 തയ്യൽ ആ കാരിമീന്റെ മുള്ളിട്ട് തച്ചേക്കുവാ. അതെ, മനസ്സിലായോ? പിന്നെ അവൾ എന്നെ വിരട്ടി വിട്ടേക്കുവാ. ഈ എന്നെ ഒന്ന് വിരട്ടണം, നിന്നെ വിരട്ടണം എന്നും പറഞ്ഞോണ്ട്. അപ്പൊ പൊങ്ങി വരുമ്പോഴത്തേക്ക് നിന്നെ വിരട്ടിന്ന് അങ്ങ് കീച്ചേക്കണം. മനസ്സിലായില്ലേ? പൊങ്ങി വരുന്നുണ്ട്. ജലദോഷം. എടാ പഞ്ചാര രാമ, നിന്റെ ഭാര്യയെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടോ? വരൂ മകളെ. വെള്ളത്തിൽ പോയിട്ട് എനിക്കൊന്നും പറ്റിയില്ലല്ലോ. പക്ഷെ എന്റെ പ്ലാൻ എല്ലാം പൊളിഞ്ഞല്ലോ. ഇതേതായി തള്ള? ഇത് തന്റെ ഭാര്യയല്ലേ? ചേട്ടന്റെ മുത്താ ഞാൻ. മുത്തല്ല, മുത്തിത്തള്ളന്ന് പറ. ഇതിന് വേണ്ടത് താത്ത. തന്റെ ഭാര്യയാണോ? ഇതെന്റെ ഭാര്യ അല്ലെന്ന് പറഞ്ഞില്ല. ലോകത്തിലെ ഏറ്റവും സുന്ദരി ഞാനാന്ന് പറഞ്ഞിട്ട് എപ്പോ പറഞ്ഞു? ഇത് തലക്കെന്തോ അസുഖമായിട്ട് വന്ന് നിൽക്കുന്ന തള്ളയെ മക്കൾ കൊണ്ട് കളഞ്ഞായിരിക്കും. ഇത് വേണ്ട, അതിന് താത്ത. ഇത് തന്റെ ഭാര്യയാണ്. ഇത് എന്റെ ഭാര്യ അല്ലെന്ന് പറഞ്ഞില്ലേ? ഉറപ്പാണ്. തന്റെ ഭാര്യയല്ലോ? അല്ലല്ല. ഒരു തരം, 2 തരം, 3 തരം, എല്ലാ തരം അല്ലെന്ന് പറഞ്ഞില്ല. ഇതല്ല എന്റെ ഭാര്യയല്ല. എന്റെ ഭാര്യയല്ല. എന്റെ ഭാര്യ എന്ന് പറഞ്ഞാലോ, നമ്മളെ നയൻതാരനെ പോലെയൊക്കെ ഒരു സുന്ദരിയായിരുന്നു. അങ്ങനെയുള്ളതുകൊണ്ട് കൊണ്ടുവരാവോ? ഞാനെന്താ പ്രൊഡക്ഷൻ കൺട്രോളറോ? ആർട്ടിസ്റ്റുകളെ ഇങ്ങനെ മാറ്റി കൊണ്ടുവരാൻ? ഇതല്ല, ഇത് വേണ്ട. ഇത് മുക്ക് കഥ പിന്നെ പൊളിയുള്ള. ആദ്യം തന്നെ എന്റെ ഭാര്യ എന്നാലും നീ 2 സുന്ദരിമാരെ കൊണ്ടുവരാണല്ലോ. അപ്പൊ അത് വെച്ച് പിടിക്കാം നമുക്ക്. കല്യാണരാമ, ഇതാ തന്റെ ഭാര്യ. കൊള്ളാം.
പക്ഷെ എന്നാന്നറിയോ, ജലദേവതയോട് നുണ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റോ മൂന്നാമത് ഇതിൽ കൊണ്ടുവരുമോ, ഇത് ഒപ്പിക്കാം. പക്ഷെ ഇതിലും നല്ല ഇതെന്റെ ഭാര്യയല്ല. ഇതെന്റെ ഭാര്യയല്ലേ? അല്ലല്ല, ഇതല്ല. ഉറപ്പാണോ? ഉറപ്പാണ്. ഉറപ്പാണേ ഇതെന്റെ ഭാര്യയല്ലെന്ന്. ഇത് തന്റെ ഭാര്യയല്ല, ഒന്നുകൂടെ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കേ. കുഴപ്പമില്ല, പക്ഷെ ഇതല്ല എന്റെ ഭാര്യ. ഉറപ്പാണല്ലോ? ഉറപ്പാണ്. ഈ മാറ്റം വരുത്തില്ലല്ലോ? മാറ്റം വരത്തില്ല. എന്നാ തന്റെ അടുത്തൊരു കാര്യം ഞാൻ പറയട്ടെ. നേരത്തെ ഞാൻ കൊണ്ടുവന്നത് തന്റെ ഒറിജിനൽ ഭാര്യയായിരുന്നു, താനല്ലാന്ന് പറഞ്ഞു. ഞാൻ അവളെ കൊണ്ടുപോയി നല്ല സുന്ദരിയായ ഒരു സ്ത്രീയാക്കി മാറ്റി. ഇത് തന്റെ ഒറിജിനൽ ഭാര്യയാണോ? അല്ല, അതിരിക്കട്ടെ, എന്നാലും വേറൊന്നും വരാനുണ്ടല്ലോ കണക്കുപ്രകാരം. ഇനി മൂന്നാമത്തെ ഓപ്ഷന് വേണ്ടി കാത്തിരിക്കുമായിരിക്കും. എന്നാലേ 2 ഓപ്ഷൻ കൊണ്ട് തന്റെ ഓപ്ഷൻസ് എല്ലാം തീർന്നു. ഓപ്ഷൻസ് എല്ലാം തീർന്നോ? ആ, തീർന്നു. ഇത് തന്നെ എന്റെ ഭാര്യ. മറന്നുപോയതാ, പെട്ടെന്ന് ടെൻഷൻ കൊണ്ട് മറന്നുപോയാ. ആണോ? എനിക്കിപ്പോ ഓർമ്മ വന്നു, ഇതെന്റെ ഭർത്താവല്ല. അതെല്ലാം വർത്താനം. നീ പൊന്നു, നീ എന്നാ വർത്താനം പറ. ഞാൻ എന്റെ ഏട്ടൻ. ഏട്ടാ, ഏട്ടന്റെ ഭാര്യ ഞാനാണ്. അതെ. പക്ഷേ ഭാര്യയായ ഞാൻ പറയുന്നു, എന്റെ ഭർത്താവ് നിങ്ങളല്ല. അല്ല അല്ല ഇങ്ങനെ പറയണേ. എന്റെ പൊന്നേട്ടാ, ഞാനിപ്പോ ഇത്രയും ഗ്ലാമർ ആയ സ്ഥിതിക്ക് ഈ കളവനെ എനിക്ക് കിട്ടത്തുള്ളൂ. എനിക്ക് നല്ല ചുള്ളൻ ചെക്കന്മാരെ കിട്ടത്തില്ലേ? ഐ വിൽ ഫൈൻഡ് എ ബെസ്റ്റ്. അയ്യോ, പറഞ്ഞോ. ഞാൻ പോട്ടെ. മോളെ പോലെ പോലെ മോളെ ഇങ്ങോട്ട് വന്നു. ഞാൻ വരാവേ. നന്ദിയുണ്ട്. ഒന്ന് പോടോ. തനിക്ക് കുനിഞ്ഞ ഒരു മൊന്തെങ്കിലും എടുക്കാൻ പറ്റൂ. മാർഗളവാ അങ്ങോട്ട്. ദേവതേ, ജലദേവനെ പറഞ്ഞിട്ട് പോയത് കേട്ടോ. ഇതെന്റെ പണിയാ കാണിച്ചെന്നാ. എനിക്ക് എന്റെ ഭാര്യ പോയില്ലേ? എന്താ പണിയെന്നോ? നേരത്തെ ജോത്സ്യന്മാര് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, തന്റെ കുടുംബത്തിൽ സ്ത്രീകൾ വാഴില്ല. ജോത്സ്യൻ അങ്ങനെയൊക്കെ പറഞ്ഞെന്നുള്ളൂ. വിചാരിച്ച നമുക്കൊരു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ലേ? അത് നല്ലൊരു ഐഡിയ ആണല്ലോ. എന്നാ തുടങ്ങിയാലോ? നിനക്കൊക്കെ പറ്റിയ പണി ഇതാ. Oh my God, what a performance! ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മള് സ്റ്റാർട്ടിങ്ങിലെ കല്യാണരാമനെയും നമ്മള് തുടങ്ങി, നവ്യ ചേച്ചിയും ദിലീപേട്ടൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു വൻ ക്ലൈമാക്സ്. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. കല്യാണരാമനിൽ തുടങ്ങി രാജശില്പിയിൽ അവസാനിച്ച് സ്കൂളിൽ പഠിച്ച മരം വെട്ടുകാരന്റെ ഇടയിൽ കൂടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് താളം പിടിച്ച പുള്ളിയാ നടന്നു അടിപൊളിയായിരുന്നു. പിന്നെ കുറച്ച് കൗണ്ടറുകളൊക്കെ ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. നമ്മുടെ ജലദേവത ജലദേവത ശരിക്കും ദേവതയായിരുന്നു. അതുപോലെ തന്നെ ഈ വാലന്റൈൻസ് ഡേ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്താ പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു ഓർമ്മ? ഞങ്ങൾക്ക് അതൊന്നും ഇല്ലല്ലോ, എന്തിനാ വെറുതെ പറഞ്ഞു വിഷമിപ്പിക്കുന്നത്? നമ്മുടെ ആ കാലഘട്ടം കഴിഞ്ഞു. സിനിമയിലെ ഓർമ്മ പറയാലോ, അല്ലെങ്കിൽ കല്യാണരാമനിലെ കഥ പറയാലോ. ഇപ്പൊ കല്യാണരാമനിലെ വാലന്റൈൻസ് ഡേയോ വേണ്ട, ഇതിൽ കല്യാണരാമനിൽ ഞങ്ങൾ അറിയാത്തൊരു ഒരു എന്താ പറയാ അൺസീൻ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അറിയാത്തൊരു എന്തെങ്കിലും ഒരു കാര്യം. അറിയാത്ത കാര്യമൊക്കെ ഇങ്ങനെ ഇപ്പൊ പറയാൻ പറ്റേ? ആഹാ, ദിലീപേട്ടൻ ഒന്ന് പറഞ്ഞ പോലെ ഉണ്ട്. അങ്ങനെയല്ല ദിലീപേട്ടൻ. ലൈക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഈ സീൻ, ഈ വിഷ്വലൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തത് ഊട്ടിയിലാണ്. ഇതിന് രാവിലെ നമുക്ക് ഒരു 4 മണിയെല്ലാം ആവുമ്പോഴത്തേക്കും നമുക്ക് മേക്കപ്പ് തുടങ്ങും. ഓഫ് കോഴ്സ് ദിലീപേട്ടൻ സീനിയർ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ഞാനാണ് നേരത്തെ 4 മണിക്കേ വന്ന് അവിടെ ഒരു 2 മണിക്കൂർ റഷീദിക്ക് എന്റെ കരവിരുതിൽ നമ്മൾ ഇരിക്കുന്നത്. അത് കഴിയുമ്പോഴത്തേക്ക് ദിലീപേട്ടൻ വരും. ഈ ഏജ് തോന്നിപ്പിക്കാൻ അന്ന് I was 17 years old. അപ്പൊ ഈ 17 വയസ്സുകാരി 10-70 വയസ്സുള്ള ഒരാളാക്കി മാറ്റാനുള്ള ഒരു ബുദ്ധിമുട്ടും പിന്നെ അങ്ങനെ വലിയ സംഭവങ്ങളൊന്നും അറിയത്തൊന്നും ഇല്ല. സ്ക്രീൻ വരുമ്പോ അല്ലേ എന്ത് രസമായിരുന്നു. ഈ വാലന്റൈൻസ് ഡേയുടെ കാര്യം പറഞ്ഞപ്പോഴാ നവ്യ നായർക്ക് ഒരു ലവ് ലെറ്റർ കിട്ടിയിട്ടുണ്ടെന്നുള്ളത് നമ്മുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ വിങ് കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നോട് ഏതാന്ന് പറഞ്ഞു കുറെ കിട്ടിയിട്ടുണ്ട്. അതാണ് കൺഫ്യൂഷൻ. നേരത്തെ പറഞ്ഞേ വാലന്റൈൻസ് ഡേ അതൊക്കെ പോയി ഒരു ലവ് ലെറ്ററിനെ പറ്റി പറഞ്ഞാൽ. ഒരു ലവ് ലെറ്റർ അല്ല, ഒരു എനിക്ക് മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു സ്നേഹത്തിന്റെ ഒരു മൊമെന്റ് പറയും. അതായത് എന്റെ ഒരു ബർത്ത്ഡേ ആയിരുന്നു. അപ്പോ അന്ന് ഞാൻ ഷൂട്ടിലാണ്. അപ്പൊ എന്റെ അടുത്ത് ഈ പെർട്ടിക്കുലർ മനുഷ്യൻ എന്നെ ആ വീട്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ട്, ഐ മീൻ ആ പെർട്ടിക്കുലർ ഞാൻ ഇല്ല, എന്നെ അവിടെ ഇല്ല, എന്റെ പ്രസൻസ് ഇല്ലാതാക്കിയിട്ട് ആ ലൊക്കേഷനിലെ ആ ഡയറക്ടറിന്റെ ഒക്കെ സഹായത്തോടു കൂടി ആ വീട് മുഴുവൻ ഡെക്കറേറ്റ് ചെയ്തു. ഓ മൈ
ഫുൾ ഓഫ് ഫ്ലവേഴ്സ് ആൻഡ് കാൻഡിൽസ്. അപ്പൊ എനിക്ക് അന്ന് എത്ര വയസ്സായി അത്രയും നമ്പേഴ്സിലുള്ള തലയിണകള്, ബെഡ്ഷീറ്റ്, ചെരുപ്പ്, ഡ്രസ്, അങ്ങനെ എന്റെ അത്രയും പ്രായത്തിന് അത്രയും നമ്പർ ഓഫ് ബ്രഷ്, പേസ്റ്റ്, സോപ്പ്, ഷാംപൂ, അങ്ങനെ എല്ലാ സാധനങ്ങളും ഞാൻ ജനറലി യൂസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും അത്രയും നമ്പേഴ്സ് വെച്ച്. കുട്ടിക്കാലത്താണോ? അല്ലല്ല, ഞങ്ങളൊക്കെ ഒരു പ്രണയിക്കേണ്ട പ്രായത്താ ചേട്ടാ പ്രണയിച്ചിട്ടുള്ളൂ. ചെറുപ്പം തൊട്ടപ്പടി തുടങ്ങിയിട്ടില്ല. പ്രണയിക്കാൻ പ്രായമൊന്നുമില്ല ഇല്ലായിരിക്കും, പക്ഷെ ഞങ്ങളൊക്കെ 18 വയസ്സിന് ശേഷമായിരുന്നു. അതായത് സിനിമ സെറ്റിൽ വെച്ചിട്ടോ ഉല്ലാസേട്ടാ ഉണ്ടായത്? അങ്ങനെ അതൊരു ഭയങ്കര, എനിക്ക് തോന്നുന്നു എന്റെ ലൈഫില് ഒരു വാലന്റൈൻസ് ഡേയോ ഒരു ബർത്ത്ഡേയോ ഒരു പക്ഷെ അതിനെ ബീറ്റ് ചെയ്യാൻ ഇതുവരെ പിന്നെ ആരെ കൊണ്ടും കഴിഞ്ഞിട്ടുമില്ല, ഇനി ആരെ കൊണ്ടും കഴിയുമെന്ന് തോന്നുന്നില്ല. Alright, fine. അന്ന് പുള്ളിയുടെ പ്രസൻസ് ഉണ്ടായിരുന്നില്ല ആയിരുന്നു അല്ലേ? ശരി, അപ്പോ നവി ചേച്ചിക്ക് ഓർമ്മയുള്ള വളരെ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു സ്വീറ്റ് സ്റ്റോറി പറഞ്ഞു. ചേച്ചിയുടെ, അതായത് ഞങ്ങളുടെ ടീം അന്വേഷിച്ചിട്ടുള്ള ആ ഒരു ലവ് സ്റ്റോറി അല്ലെങ്കിൽ ലവ് ലെറ്ററിനെ കുറിച്ച് ഞങ്ങളൊന്ന് വായിച്ചോട്ടെ. ഓക്കെ, സത്യമാണെന്നുള്ളത് ഇതാ ഇപ്പൊ വിശ്വസിച്ചോളൂ. സുരാജേട്ടാ, ചെറുതായിട്ട് ഇപ്പൊ ഒരു ചതിക്കാത്ത ചന്തുവില് വസുമതിയുടെ ഒരു കത്തിനെ കുറിച്ച് മറക്കാൻ പാടില്ലായിരുന്നു. ഞങ്ങൾ മലയാളി പ്രേക്ഷകർ പറഞ്ഞത് സത്യല്ലേ? പക്ഷെ ഒരു നിമിഷം ടെൻഷൻ അടിച്ചില്ല എന്ന് പറയാൻ. അടുത്ത സുരാജേട്ടൻ, അടുത്തത് എനിക്കാണല്ലോ. നേരത്തെ ഈ എല്ലാം ഇത്ര വെച്ച് കൊടുത്തെന്ന് പറഞ്ഞാൽ ആളാരാന്നറിയോ? ശരി, അപ്പൊ സുരാജേട്ടാ, നവി ചേച്ചി പറഞ്ഞ ഈ ഒരു വാശിക്ക് നമുക്കൊരു കഥ അങ്ങോട്ട് ചെയ്യാലോ. ഞാനൊരു കാര്യം പറയട്ടെ എന്റെ പൊന്നുമോളെ. പറയൂ. ഇന്നലെ ആയിരുന്നു ഈ പുള്ളിയുടെ വെഡിങ് ആനിവേഴ്സറി. അതിനെല്ലാം അകന്നിരുന്ന സാധനം എല്ലാം കൂടെ ചേർത്ത് വെച്ച് വെൽഡ് ചെയ്ത് വന്നിട്ടേ ഉള്ളൂ. ഇനി ഇന്നെല്ലാം കൂടെ പറഞ്ഞു മൊത്തം ഭണ്ടാരടങ്ങി. എന്തായിരുന്നു ഇന്നലെ ഗിഫ്റ്റ് കൊടുത്തേ ചേച്ചിക്ക്? സമയത്തൊന്നും അങ്ങനെ വാലന്റൈൻസ് ഡേ എന്നും ഒരു ഏറ്റവും നല്ല സന്തോഷമുള്ള ഒരു മൊമെന്റ് പറ പ്രണയത്തിന്റെ, അത് മതി. അവളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ചിത്ര ചേച്ചിയെ നേരിട്ട് കാണണമെന്ന്. ഭാര്യയുടെ കാര്യമാണോ പറയുന്നത്? അങ്ങനെ ഞങ്ങൾ പ്രണയം അങ്ങനല്ല ഉദ്ദേശിച്ചത്. പിന്നെ ഞങ്ങളുടെ ഉദ്ദേശം വേറെ, ആ ഉദ്ദേശം പറയണം. ലവ് മാരേജ് ആയിരുന്നോ? അതെ, അതിന് മുമ്പുള്ള പ്രണയം. ആ സമയത്ത് അതിനുശേഷമുള്ള പ്രണയം പറയുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ. അതിന് മുമ്പുള്ളത് പറഞ്ഞു ഒരുപാടുണ്ട്. അപ്പൊ അത് പറ, അതിലൊരെണ്ണം പറ. പറഞ്ഞില്ല ഞാൻ പറയും. സുരാജേട്ടൻ കോപ്പറേറ്റ് ചെയ്യണില്ല കേട്ടോ. ലക്ഷം പ്രേക്ഷകർ ചേട്ടൻ കൊടുത്തിട്ടുള്ള ഒരു കത്തിനെ പറ്റി കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുമ്പോ ചേട്ടൻ ഇങ്ങനെ ഒഴിഞ്ഞു ലവ് ലെറ്റർ പറ. ലവ് ലെറ്റർ ചേട്ടൻ ലവ് ലെറ്റർ. ലവ് ലെറ്റർ അല്ല, എന്താ സുരാജ് വെഞ്ഞാറമൂടിന്റെ പ്രണയ ലേഖനം അറിയണം എന്നല്ലേ കൊടുത്തത്? ഒരു മനുഷ്യനാണോ? ആണോ? ആണോ? പ്രേമിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഉണ്ടോ? എന്നാ പറ. എന്റെ പ്രണയമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാത്ത പ്രണയങ്ങളായിരിക്കും. മതി പറഞ്ഞോ. ചേട്ടാ, ആ കുട്ടി അറിഞ്ഞിട്ടില്ല. ഞാൻ 9ാം ക്ലാസ് 10ാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നന്നായിട്ട് പ്രണയം ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു. പക്ഷെ പരസ്പരം പറയത്തില്ല. അങ്ങനെ ഞാൻ ഒരു കുട്ടിയെ ആത്മാർത്ഥമായിട്ട് ഞാൻ അങ്ങോട്ട് പ്രണയിക്കുകയാണ്. 2-3 കുട്ടികളുണ്ട് കേട്ടോ, അതിൽ ഒരു കുട്ടി. അങ്ങനെ ഞാൻ പ്രണയമൊക്കെ ഇങ്ങനെ ഡെയിലി കുട്ടിയുടെ ബാക്കിലൂടെ ഇങ്ങനെ നടക്കും. നമ്മുടെ ക്ലാസ് കഴിഞ്ഞിട്ട് ആ കുട്ടി പോകുന്ന അതിന്റെ പുറകെ നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോ ഒരു ചിരി, അതൊക്കെ മാത്രമേ ഉള്ളൂ അന്നത്തെ പ്രണയം. അന്നൊക്കെ അത് മതി, അത്ര മതി. അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് നോക്ക, കണ്ടു, ആത്മസംതൃപ്തിയായി നേരെ പോകും. അങ്ങനെ ഇരിക്കവേ ഒരു ദിവസം ഞാൻ ഇന്ന് ചെന്നിട്ട് നേരിട്ട് പറയാം. കാര്യം ഉച്ചയ്ക്ക് ശേഷം എക്സാം കഴിയും. അപ്പൊ എന്തായാലും പോകുമ്പോ ചെന്ന് പറയാന്ന് പറഞ്ഞ് 10ാം ക്ലാസ്സിലെ നമ്മുടെ ലാസ്റ്റ് എക്സാം, പിന്നെ ഫ്രീ ദിവസമാണല്ലോ. അപ്പൊ ഇന്ന് അങ്ങ് പറയാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെന്നപ്പോ വേറൊരു പയ്യൻ അവളെ കിസ് ചെയ്തോണ്ടിരിക്കും. അതോടുകൂടി എന്റെ എല്ലാ പ്രണയവും പോയി. അങ്ങനെ കുറച്ച് ഇതുണ്ടായിരുന്നു. അതായത് നമ്മൾ പരസ്പരം പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ഇതിനിടയിൽ വേറൊരു ലവ് അവൾക്കുണ്ടായിരുന്നു, അത് ഞാൻ അറിഞ്ഞില്ല എന്ന് മാത്രം. Confident moment of the day brought to you by Ujala Crisp and Shine.
നമുക്ക് വീണ്ടും കാണാം അടുത്ത എപ്പിസോഡിൽ മറ്റുള്ള ഒരുപാട് തമാശകളുമായിട്ട്. ആൻഡ് കാണാൻ പറ്റാത്തവർ എന്തായാലും യൂട്യൂബിൽ കണ്ടിട്ട് അഭിപ്രായം പറയണേ. സോ നൗ വി ആർ saying bye from Ayachale, Australia and Pavalam Cook of Smart Curry Powder, C Kerala Super Show, co-presented by Sunseas Wowzers, co-powered by Indian Institute of Commerce Lakshya and Ujala Crisp and Shine. Our ice cream partner Camry Ice Cream, special partners Kia Ceros, Equastar UPVC Rain Gutters and Cardia Coconut Oil. Our energy partner Sun Tips Tea. Bye bye, good night.